നമുക്കറിയാം, നാം ഒരിക്കലും കൊടുക്കുന്നത് മരുന്നല്ല. ഇതൊരു മെഡിക്കൽ മേഖലക്ക് പകരവുമല്ല. വിദഗ്ധരായ ഡോക്ടർമാരും അതുപോലെ തന്നെ നല്ല മെഡിസിൻസുകളുള്ള കാലഘട്ടത്തിൽ ചതികളും വഞ്ചനകളും ഉണ്ട് എന്നത് മറക്കുന്നില്ല. സ്വാഭാവികമാണല്ലോ. ഏതൊരു സംഗതിയിലും ചതിയുണ്ട്. നല്ല മെഡിക്കൽ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോ നമ്മളൊന്നും ഡോക്ടർമാർക്ക് ഒരിക്കലും പകരമല്ല. മെഡിക്കൽ സംവിധാനത്തിന് ഇത് പകരമല്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ആവശ്യം? കാലക്രമേണ നമ്മളൊക്കെ കൃഷിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യോൽപത്തി മുതൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണല്ലോ. ഭക്ഷണം കഴിക്കാതെ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയാൻ സാധ്യതയില്ലല്ലോ. അപ്പോ ഈ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് അന്ന് നാട്ടിൽ നിന്ന് ലഭിച്ചിരുന്ന എല്ലാ സംഗതികളും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. ക്രമേണ നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ ആധുനികമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് വരെ എത്തി. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് നാം സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തും അധികവും ഉണ്ടാകുന്ന ഒരു ഭക്ഷണ രീതി ഉണ്ട്. മുമ്പൊരിക്കൽ ഞാനത് പറഞ്ഞതാണ്. അതായത് ഒരു ആള് എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ഒരു നാഴി 2 നാഴി അരി അത് തിളപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ പുഴുങ്ങി വെക്കും എന്ന് പറയാം. ഒരു 50 100 മീൻ വാങ്ങി ആ മീൻ തിളപ്പിച്ചു വെക്കും. പിന്നെ എന്തെങ്കിലും വല്ല അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയോ എന്തെങ്കിലും ചെറിയ സംഗതി എക്സ്ട്രാ കൂട്ടാനായിക്കൊണ്ട് ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. ഇത് എല്ലാ കാലത്തും ഒരേ ഭക്ഷണമായിരിക്കും, വേനൽ വർഷമല്ലാതെ. അപ്പൊ നമുക്ക് ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടാതെ വരുന്നു. ഇപ്പൊ നമ്മുടെ പരിസരങ്ങളിലുള്ള ഹെർബുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നന്നാരി നമുക്ക് വേണ്ട സാധനം, വേനൽക്കാലത്തൊക്കെ ആവശ്യമുള്ള സാധനം. നമ്മൾ ശരീരത്തിൽ ചോരക്കുരുണ്ടായാൽ നന്നാരി തിളപ്പിച്ച് കുടിക്കാന്നല്ലാതെ അത് മറ്റു സമയത്ത് ഉപയോഗിക്കുന്നില്ല. തഴുതാമ നമുക്ക് ആവശ്യമാണ്. ഉപ്പേരിച്ച് കഴിച്ചാൽ ശരീരത്തിലെ വേദന പോവും, നീര് പോവും. നമ്മളെന്തെങ്കിലും ശരീരത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെയുണ്ടാ ഉള്ളത് അന്വേഷിച്ച് പിടിച്ച് ലേശം 1 2 പ്രാവശ്യം ഉപ്പേരിച്ച് കഴിക്കാൻ നമുക്ക് കിട്ടും. അത് ഉപയോഗിക്കും, അത് കഴിഞ്ഞു. ഇതൊക്കെ സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും, പക്ഷെ അത് കിട്ടൂലല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളിൽപ്പെട്ട കുറെ ഹെർബുകൾ നമുക്ക് ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടോ നാം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണ രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രോഗങ്ങളും ശരീരത്തിൽ കടന്നുകൂടി. ഓരോ അവയവത്തിനും വേണ്ട പോഷകങ്ങൾ കിട്ടാതെ ആകുമ്പോൾ ആ അവയവങ്ങൾ ശരിയായ വെള്ളം പ്രവർത്തിക്കൂലല്ലോ. ഒരു എഞ്ചിൻ ആകുമ്പോൾ ആ എഞ്ചിന് ഓയിൽ കറക്റ്റായിട്ട് ചെന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗത്ത് കറക്റ്റ് ഓയിൽ ചെന്നിട്ടില്ലെങ്കിൽ ആ ഭാഗം തേയ്മാനം സംബന്ധിച്ച് മെഷീൻ കംപ്ലൈന്റ് ആവും. എന്നതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ ഓരോ കാര്യത്തിനും ഓരോ അവയവത്തിനും വേണ്ട പോഷകങ്ങളും കാര്യങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആകുന്ന സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്, സ്വാഭാവികം. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ പരിസരങ്ങളിലുള്ള നമ്മൾ അറിയുന്ന, നമ്മൾ കാണുന്ന, എന്നാൽ നമുക്ക് പേരറിയാത്ത, എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതെന്ന് അറിയാത്ത കുറെ സംഗതികൾ, കുറെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കുറെ ഹെർബുകൾ കുത്തിക്കലക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളെ ഈ കുപ്പിയിലാക്കി തീർന്ന ഈ സിസ്റ്റം. കുത്തിക്കലക്കുന്ന നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യകാല മൊത്തത്തിൽ ഒരു വല്ലാത്ത വർത്താനത്തെ കണക്കൂട്ടണ്ടേ, ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ, അങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യമായ പോഷകങ്ങളും മറ്റും അടങ്ങിയ ഹെർബുകളൊക്കെ നമുക്ക് വേണ്ടി ഒരു മരുന്ന് രൂപത്തിലേക്ക് ആക്കി തന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കണം. അതിന് മുന്നേ നാം ഉപയോഗിക്കണം. നാം ഉപയോഗിച്ചിട്ട് അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മരുന്നല്ല. ഇതിങ്ങനെ ഒരു ആയുർവേദ സംഗതി ഔഷധ കൂട്ടുകളൊക്കെ ഉള്ള ഒരു മരുന്ന് സംവിധാനത്തിലേക്കല്ലത്. സ്റ്റീറോയിഡോ ആൽക്കഹോളോ ഒന്നും ഇല്ലാത്ത സംവിധാനമാണ് ഇതിലുള്ളത്, മരുന്നായിട്ടല്ല. അപ്പൊ ഇത് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ. അപ്പോ കമ്പനി പറയുന്നത്, ലീഡേഴ്സ് പഠിപ്പിച്ചത് നമുക്ക് രോഗികളെ പോയി തെരഞ്ഞു പിടിച്ച് മരുന്ന് കൊടുക്കണ്ട എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോ ഇവിടെ ഇന്നത്തെ വിഷയം കോമ്പിനേഷനാണ്. നമ്മൾ കൊടുക്കേണ്ട കോമ്പിനേഷനുകൾ, ആളുകൾക്ക് കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കൊരു ബുക്ക് കിട്ടും, കോമ്പിനേഷന്റെ ബുക്ക്.
ഞാൻ ആ ഒരു ബുക്കിന്റെ ബഹുമാനപ്പെട്ട താരാനുസാർ കഴിയുന്ന ബുക്ക് കണ്ടപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ടീമിനൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായാലും ഇതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ലേ. അത് എവിടെ വെച്ചിക്കണമെന്ന് അറിയില്ല, ഏത് ഏത് ഫോൾഡറാണ് വെച്ചിക്കണമെന്ന് അറിയില്ല, അതല്ലെങ്കിൽ ഏത് പിന്നെ വാട്സപ്പിൽ ഏത് പ്രൊഫൈലാണ് ഉള്ളതെന്ന് അറിയില്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു പുസ്തകത്തിൽ ഇത് എഴുതിയെടുക്കൽ നമുക്കൊക്കെ ആവശ്യമാണ്. അപ്പോ ഏതായാലും കൂട്ടുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ കൂട്ടുകൾ കൊടുക്കുമ്പോൾ പയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പോരായ്മ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് സാർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നെഗറ്റീവുകളും വരാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ കൊടുക്കുമ്പോൾ ആ പാവാണ്, സാധുവാണ്, ഓരോരുത്തർ ഒന്നുമില്ല, അല്ലെങ്കിൽ ഓരോരുത്തർ ഒന്നുമില്ല, പൈസ അല്ലേ, ഒക്കെ പാടുന്ന ഇപ്പൊ വാങ്ങാൻ അവർക്ക് കഴിയില്ല, ഒന്നോ രണ്ടോ കൊടുക്കുക, ഏതാ നല്ലത് എന്നൊരു ചോദ്യം ലീഡേഴ്സിനെ നമ്മോട് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് കൊടുക്കാൻ നിന്നാ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ പോലും ആ ഡോക്ടർ ഒരു ഗുളിക അല്ലല്ലോ എഴുതി തരാം, 4-5 ഐറ്റം എഴുതി തരുന്നത് നാലഞ്ച് അത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇതൊക്കെ ഒന്നിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സംഗതികൾ ഇവിടെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. 2-3 ഐറ്റംസ് കൂട്ടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കും. ഒറ്റ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതായിക്കോണമെന്നില്ല. അപ്പൊ ഈ കോമ്പിനേഷൻ എല്ലാവരും പഠിക്കൽ ആവശ്യമാണ്. ഇനി കോമ്പിനേഷൻ ഒരു അവസാന വാക്കൊന്നുമല്ല. ഈ പ്രൊഡക്റ്റ് ഒക്കെ പറയുമ്പോൾ തന്നെ അതൊരു അവസാന വാക്കായിട്ട് എടുക്കുകയും ചെയ്യരുത്. അതിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്ന സാഹചര്യം വരും. അത് ഞാൻ വിഷയത്തിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു സാറേ, അത് ക്ലിയർ ആണെന്ന് പറയണം. ഇവിടെ ചില കോമ്പിനേഷൻസുകൾ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, നോക്കാം. നമുക്കൊക്കെ അറിയുന്ന വിഷയം, ചുമ മരുന്ന് കുടിച്ച് 18 കുട്ടികൾ മരിച്ച സംഭവം, ഇന്ത്യൻ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. വാർത്ത, 14 മരുന്നുകൾ നിരോധിച്ചു, പനിക്കും ചുമക്കുമുള്ളവയെ അടക്കം പട്ടികയിൽ. കൂടുതൽ അപകടകാരികളായ 156 മരുന്നുകൾ നിരോധിച്ചു. ഇതൊക്കെ 2-3 വർഷം മുന്നത്തെ 2023-24 ഉള്ള വാർത്തകളാണ്. അമിത മരുന്നുപയോഗം രോഗങ്ങൾ ഉണ്ടാക്കും, ഡോക്ടർ BM ഹെഗ്ഡെ. വാർത്തയിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞ മാസം ഉണ്ടായത്, 2 മാസം മുന്നേ രാജസ്ഥാനിൽ ചുമ മരുന്ന് കഴിച്ച് 2 കുഞ്ഞുങ്ങൾ മരിച്ചു, 10 പേർ ചികിത്സയിൽ. ടെസ്റ്റ് ചെയ്ത ഡോക്ടർ അബോധാവസ്ഥയിൽ. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതിപ്പോ അത്രത്തോളം കുറെ പഴക്കല്ല, 2 മാസമായിട്ടില്ല. അപ്പൊ ഇത് പുതിയ വാർത്ത. കഫ് സിറപ്പ് കുടിച്ച് 2 ആഴ്ചക്കിടെ മരിച്ചത് 11 കുട്ടികൾ. രാജസ്ഥാനിലെ ഒരു സൗജന്യ മരുന്ന് പദ്ധതിയിലൂടെ കിട്ടിയ കഫ് സിറപ്പ് കഴിച്ച് 5 വയസ്സുകാരൻ മരിച്ചു, നിരവധി പേര് ആശുപത്രിയിൽ. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇത് നെറ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് വാർത്തകൾ. ഉസ്ബെക്കിസ്ഥാനിൽ ചുമക്കുള്ള മരുന്ന് കഴിച്ച് 18 കുട്ടികൾ മരിച്ചു. അതുപോലെ തന്നെ കേരളത്തിൽ പ്രമേഹ രോഗികൾ കൂടുന്നു. ഹൃദയ ശസ്ത്രക്രിയ കൂടുതലായി നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. ഇന്ത്യയിലാണ് അറ്റാക്ക് കൂടുതൽ, മലബാറിൽ പ്രത്യേകിച്ചും. ഏജ് വിഷയമല്ല. ഇന്ത്യയിൽ ലിവർ രോഗികൾ കൂടുന്നു. മദ്യപാനം ഇല്ലാത്തവർക്ക് പോലും കരൾ രോഗം കൂടുതലായി കാണുന്നു. ഇതൊക്കെ വാർത്തകളാണ്. കാരണം പറയുന്നത് അമിതമായ മെഡിസിൻ ഉപയോഗവും ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗവുമാണ്. എന്നാൽ ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസുകൾ നമ്മുടെ കയ്യിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇൻഡസ്ട്രി, അതിന്റെയും സപ്പോർട്ടോട് കൂടി നമ്മുടെ മുന്നിൽ വന്ന കുറച്ച് ഐറ്റംസുകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് അധികവും അകത്തേക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. നമുക്ക് ആധികാരികമായ കുറച്ച് സർട്ടിഫിക്കേഷൻസുകൾ പരിചയപ്പെടുത്താം. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സർക്കാരിന്റെയാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെയാണ്. FSSAI ഒക്കെ തന്നെ, ഒറാക്ക് വാലി ഒക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സർട്ടിഫിക്കേഷൻ നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല ഓരോ പ്രൊഡക്റ്റുകൾക്കും ഒന്നിലധികം സർട്ടിഫിക്കേഷൻസുകൾ നമുക്ക് ലഭ്യമാണ്. ഇതില് ജനിതക മാറ്റം വരുത്തപ്പെട്ടതോ ആയ ഉൽപ്പന്നങ്ങൾ ഇതിലില്ലാന്നും പരിപൂർണമായിട്ടും നാച്ചുറലാണ്, സേഫ് ആണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കേഷൻ. ക്ലിനിക്കൽ ടെസ്റ്റ് കഴിഞ്ഞത്. വെജിറ്റബിൾ ക്യാപ്സൂളാണ് തെളിയിക്കുന്നത്. നാച്ചുറൽ ആണ് തെളിയിക്കുന്ന മറ്റൊന്ന്. അലിസിൻ എന്നടങ്ങിയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയുടെ അലിസിൻ ഉൾപ്പെട്ട ഉൽപ്പന്നത്തിനുള്ള പാറ്റന്റ് കിട്ടിയിട്ട് സർട്ടിഫിക്കേഷൻസ്, GMB സർട്ടിഫിക്കേഷൻ, MHRA സർട്ടിഫിക്കേഷൻസ്. അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ബിസ്ക്കറ്റ് മെനിലോ കാണുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ. പിന്നെ OMR സർട്ടിഫിക്കേഷൻ, ആയുഷിന്റെ മറ്റൊരു സർട്ടിഫിക്കേഷൻ. ഒരുപാട് ധാരാളം ഇനി ഇതിലില്ലാത്തതുണ്ടോ? നമ്മുടെ ബുക്കിൽ ഇതിൽ 2-3 കണ്ടു ഇതിലില്ലാത്തത്. അപ്പൊ അങ്ങനെ കുറെ ആധികാരികമായി നമുക്ക് പിന്നെ മുന്നിലേക്ക് ഇട്ടു തന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉൽപ്പന്നം തെളിയിക്കുന്ന സർട്ടിഫിക്കേഷൻസുകളാണ്. അതിന്റെ ആയുഷ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം, അത് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തു പറയാൻ കാരണം. പിന്നെ
ഇവിടെ 40 വർഷത്തിലധികം 19 വർഷത്തോളമൊക്കെ ഡാബറിലും ഹിന്ദുസ്ഥാൻ യൂണിലിവറിലും റാൻബാക്സി പോലുള്ള ആയുർവേദ മേഖലകളൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള നമ്മുടെ ഡോക്ടർ ബി അനന്തനാരായണ സാർ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കെ രാജേഷ് പോലെയുള്ള പ്രമുഖരായ 60-ലധികം സയന്റിസ്റ്റുമാരുടെ കഠിന പ്രയത്നത്തിലാണ് ഈ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ എത്താനുള്ള സംഗതി. അവരാണ് ഇതിനു വേണ്ടി തലപോഞ്ഞ് പ്രവർത്തിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അപ്പൊ അതൊന്ന്. അപ്പൊ പിന്നെ വളരെ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഒരു സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് മരുന്നല്ല. ഇതൊരിക്കലും ആധുനിക മരുന്നുകൾക്ക് പകരവുമല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. ഇത് മരുന്നേ അല്ല, അത് മനസ്സിലാക്കുക, നമ്മളോട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇത് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് കടക്കാം. ഓരോ വിഷയത്തിന് നമുക്ക് വരുന്ന വിഷയങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം, നല്ലതാണ്. പിന്നെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാനും പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ പിന്നെ കാണൂലേ. മൊബൈൽ എന്ന് അറിയുമ്പോൾ ഡിലീറ്റ് ആക്കി പോകും, അത് പോകും. നോട്ട്ബുക്കിലാവുമ്പോൾ അതാണ് കടക്കും. ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കവചപ്രാശം. ഇത് ആണിന്, പെണ്ണിന്, കുട്ടികൾക്ക്, ഏത് രോഗികൾക്കും ഒക്കെ പറ്റും. ബേബി ടു ബാബ എല്ലാവർക്കും പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രധാന ചേരുവ നെല്ലിക്ക, ദശമൂലം, പലക, പയ്യനി, കുമിഴി തുടങ്ങി ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. 42ഓളം സാധനങ്ങളും. അതുപോലെ തന്നെ ദശമൂലം ഉണ്ട്. ദശമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൂലകങ്ങളാണ്. അപ്പൊ 50-ന് മുകളിലായില്ലേ ഉൽപ്പന്നങ്ങള്. ഏത് രോഗികൾക്കും കൊടുക്കാൻ പറ്റും. ഇമ്മ്യൂണിറ്റി കവചാണിത്, കവചം, ഒരു പരിച. ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപാട് രോഗാണുക്കളെ തടുക്കാനും, ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ആ ആരോഗ്യം തിരിച്ചു കിട്ടാനൊക്കെ വലിയ ഉപകാരപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ ഒരുപാട് പല മരുന്നുകൾ ഹെർബുകൾ ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഈ അപസ്മാരമുള്ള കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ഭ്രമ ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കമ്പനി പറയുന്നതല്ല കേട്ടോ, അതൊന്നും അനുഭവങ്ങളാ. ഇത് കഴിച്ചിട്ട് മാറി എന്ന് പറയുന്നവരുണ്ട്. വിയർപ്പ് നാറ്റമുള്ളവർക്ക് ഇതുകൊണ്ട് വലിയ ഗുണം കിട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതെന്ന് കമ്പനിയെ പറയുന്നുണ്ടല്ലോ, ഭ്രമയൊക്കെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഏതൊരാളും കഴിച്ചിരിക്കേണ്ട ഉൽപ്പന്നമാണ് കവചപ്രാശം. പിന്നെ അടുത്തത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് വേണ്ടി മറ്റൊരു സാധനം. ഇപ്പൊ പ്രോട്ടീൻ പൗഡറും കവചപ്രാശം ആണുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും പറ്റും, പക്ഷെ മൊത്തത്തില് ഇത് ലേഡീസിനാണെങ്കിൽ ഒന്നുകൂടി നല്ലത് ഇങ്ങനെയാണ്, കവചപ്രാശം അതുപോലെ തന്നെ ന്യൂട്രിലൈഫും. ഇന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും പറ്റും, പറ്റാത്ത കേടൊന്നുമില്ല. ഓരോ കാര്യങ്ങളെ കൊണ്ടുള്ളൊരു മാറ്റങ്ങളാണ്, അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്നാണ് മുടി കൊഴിച്ചിൽ, ഹെയർ ലോസ്, മുടി കൊഴിച്ചില്, അതുപോലെ താരൻ. ഇതിന് വേണ്ടത് 2 ഉൽപ്പന്ന. ഒന്ന് നമ്മുടെ മഹാഭൃംഗരാജ ഹെയർ ഓയിൽ, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു. പിന്നെ എന്തിനാ ഇത് 2 കൊടുത്തിട്ടുള്ളത്? ഇതിൽ നാൽസ്യം ആവശ്യമാണ്. കാരണം കാൽസ്യക്കുറവ് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ 95 ആണെങ്കിലും ന്യൂട്രലൈഫ് ആണെങ്കിലും നാൽസ്യം ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവരുടെ സ്വഭാവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ചാമ്പിത്തൈല്, ചില ആളുകൾ മുടി ഒന്നായിട്ട് നല്ല കൊഴിച്ചില് വട്ടത്തിലൊക്കെ കൊഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ചാമ്പിത്തൈല് ഉപകാരപ്പെട്ടതായിട്ട് നല്ല റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ചാമ്പിത്തൈല് മുടി കൊഴിച്ചിൽ നല്ലതാണ്. കാരണം മുടി കൊഴിച്ചിലുള്ള മരുന്നൊന്നും അല്ലത്, അത് നമ്മളെ ഉൽപ്പന്നമൊന്നും അല്ലത്. പക്ഷെ അത് നമ്മൾ തൊലിയുടെ ആരോഗ്യം വീണ്ടും കിട്ടുമ്പോൾ ആ ഭാഗത്ത് മുടി ക്ലിയർ ആയിട്ട് കിളിർത്തു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നമുക്ക് സ്കിൻ സ്ട്രെച്ച് മാർക്കിനുള്ളതാ, അത് നമുക്ക് നമ്മളെ ചാമ്പിത്തൈലും അതുപോലെ തന്നെ ബോഡി ബട്ടർ ക്രീമാണ് നല്ലത്. നല്ല റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യം കണ്ണിന്റെ ആരോഗ്യത്തിനുള്ളതാ. കണ്ണിന്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത് എനർജി ആണെങ്കിലും ഇമ്മ്യൂനോത്രിയിൽ ഈ ഒരു ഗുണം പറയുന്നുണ്ട്. ഇനി ഇതിലില്ലാത്തതുകൊണ്ട് നമ്മൾ മുരിങ്ങക്ക് കണ്ണിന് കാഴ്ച കിട്ടും, മുരിങ്ങ ക്യാപ്സൂളിന് 95. അതുപോലെ തന്നെ മറ്റൊരു സംഗതികളൊക്കെ നമുക്ക് സ്പെർല ഗോൾഡ് ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അവരുടെ ആരോഗ്യ സംഗതികൾ ചോദിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൊടുക്കാം. ഇതിൽ വേണ്ടത് സത്യത്തിൽ എനർജി ആണെങ്കിലും മറ്റതൊക്കെ കൂട്ടുമരുന്നുകളാണ്, കൂട്ടുൽപ്പന്നങ്ങളാണ്. ഈ കാല് കണ്ടോ, ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണിത്. ഈ കാലിന്റെ പ്രത്യേകത കണ്ടോ, വിള്ളിച്ചല്ലത്, ഇത് ഇങ്ങനെയാണ്, തൊലി കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനൊക്കെ ഒരു അവസ്ഥ. ഇത് മാറിക്കിട്ടും. ഇതിന് ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കണം. അതുപോലെ തന്നെ കവചപ്രാശ് അല്ലെങ്കിൽ സ്പെർല ഗോൾഡ് 2 കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വൂണ്ട് ഹീലിംഗ് ക്രീമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു കുറച്ച് കാലത്തെ ഉപയോഗം കൊണ്ട് മാറിക്കിട്ടും. ഈ ബ്ലഡ് പ്യൂരിഫയർ ആണ് അത് പ്രധാനമായിട്ട് അത് ലെവലാക്കി എടുക്കുന്ന ഒരു ഉൽപ്പന്നം. അപ്പൊ അത് ആവശ്യമാണ്. പിന്നെ ഹീൽ ക്രാക്ക്, കാല് വിള്ളിച്ച്, അത് ആയു ഹീലാണ്. വൂണ്ട് ഹീലും പറ്റാത്ത കേടില്ല. ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അതോടുകൂടെ തന്നെ ഇത് ഓവർ ആണെങ്കിൽ ബ്ലഡ് പ്യൂരിഫയർ, കവചപ്രാശ്, സ്പെർല ഗോൾഡ് പോലൊക്കെ ഇതിൽ
അവരുടെ സാഹചര്യം ചോദിച്ചറിഞ്ഞാണ്ട് അത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണങ്ങൾ കിട്ടും. ഈ സ്പൈറുല ഗോൾഡിന്റെ മുറി ഉണക്കാനുള്ളൊരു വലിയ കഴിവുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കട്ടിങ് ആണ്, മുറികളാണ് അതൊക്കെ. അപ്പൊ അത് ഉണക്കാനുള്ള സൗകര്യം അത് ഉണ്ടായത് കൊണ്ട് അത് കൊടുക്കൽ എല്ലാത്തിനും നല്ലതാണ്. പിന്നെ അവർക്ക് ആവശ്യമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഈ ഇത് നമ്മളെ ആയുഹിയിലും മൂട്ടിയിലും കൂട്ടി തേച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് അനുഭവസ്ഥർ പറയുന്നുണ്ട്. 95 കൂട്ടി കൊടുക്കാം. അങ്ങനെ ഒരുപാട് അതൊക്കെ അവരുടെ സാഹചര്യം പോലെ നീങ്ങാവുന്നതാണ്. പിന്നെതാ മൗത്ത് ബ്ലീഡിങ് ബാഡസ്മ, നമ്മുടെ പേസ്റ്റിനെ കുറിച്ചാണ്. ഈ പേസ്റ്റ് പല്ല് പുളിപ്പ്, പല്ല് വേദന, പല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മോണ വീക്കം, മോണയിൽ നിന്ന് രക്തം കിനിയാൻ നീര് വരിക തുടങ്ങിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മുന്നിലുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഈ സാധനം മറ്റ് കമ്പനികളുടെ പേസ്റ്റിനെ പോലെയല്ല, യാതൊരുവിധ വാണിംഗും ഇല്ല. കുട്ടികൾക്കൊന്നും അല്പം അകത്തേക്ക് ഇറങ്ങിയാൽ പോലും കുഴപ്പമില്ല. ഇറക്കാനുള്ളതൊന്നും അല്ലെങ്കിലും ഇറങ്ങിയാലും അത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വായ്പുണ്ണ് പോകാൻ വലിയ ഫലം കിട്ടുന്നുണ്ട് ഉണ്ടല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ. അത് ആര്യവേപ്പ് ഇതിന് പ്രധാന ചേരുവായിട്ടുണ്ടായതുകൊണ്ടാണ് അങ്ങനെ. വട്ടച്ചൊറിയ മാറിയെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ നാളെ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ. അപ്പൊ ഇതൊക്കെ കാരണം ഈ ആര്യവേപ്പ് ഇതിൽ ഉണ്ടായതുകൊണ്ട് കൂടിയാണ്. പിന്നെ ഇതിൽ മരുന്നിന്റെ കണ്ടന്റ് ഉണ്ടല്ലോ, ഹെർബുകൾ ഇതിൽ നല്ലോണം ഉണ്ടല്ലോ, അതുകൊണ്ടുകൂടിയാണ്. അപ്പോ പിന്നെ ഇതിന് വായിൽ പുണ്ണ് വല്ലാതെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇമ്മ്യൂണോത്തിരി കൂട്ടി കൊടുക്കണം. കാരണം ഇത് വായിൽ പുണ്ണ് സ്വാഭാവികമായിട്ട് നമുക്ക് വയറ്റിന്ന് പൊന്തി വരുന്നതായതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് ആ ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടി ഉപകാരപ്പെടും. പിന്നെ ഇനി കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നാൽസ്യം കൂട്ടി കൊടുക്കണം. കാൽസ്യക്കുറവ് കൊണ്ടും പല പ്രശ്നങ്ങളും വരുമല്ലോ, അപ്പൊ കൂട്ടി കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമ്മ്യൂണോത്തിരിയും ആ സമയത്ത് ആവശ്യം വരും. പിന്നെ നഖത്തിന്റെ പ്രശ്നങ്ങൾ, നഖം, പല്ല്, പൊതുവെ ഈ കാൽസ്യക്കുറവ് കാര്യമൊക്കെ വരുമ്പോഴേ നഖത്തിനൊക്കെ വല്ലാതെ കംപ്ലൈന്റ് വരും. നഖം പൊട്ടല്, നഖം പൊടിഞ്ഞൂര, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നഖത്തിന്റെയും പല്ലിന്റെയും അതോട് കൂടെ പറയേണ്ടതാണ് മുടിയുടേന്ന് കൂട്ടി പറയാം നമുക്ക്. ആ ഒരു ഉപകാരം അത് എന്ത് ചെയ്യാം, ന്യൂട്രലൈഫ്, ഫീലിംഗ്, നാൽസ്യം എന്നീ ഇതൊക്കെ ഇത് എല്ലാം കൊടുത്തോണമെന്നില്ല. അവർ ആ സാഹചര്യത്തിനനുസരിച്ച് അന്വേഷിച്ച് അവരുടെ രക്തക്കുറവുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫീലിംഗ് കൊടുക്കേണ്ടി വരും. കാൽസ്യക്കുറവ് പൊതുവെ ഉണ്ടാവുന്ന ആളാണെങ്കിൽ അത് കൊടുക്കാം. ഇനി ന്യൂട്രലൈഫിൽ പൊതുവെ കൊടുക്കാം, എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പൊ ആ രൂപത്തിൽ ചെയ്യാം. പിന്നെ പല്ലിന്റെ മറ്റുള്ള പ്രശ്നങ്ങൾക്കുള്ള കുറച്ച് ഐറ്റംസുകൾ 3-4 ഐറ്റം പേസ്റ്റ് നമുക്കുണ്ടല്ലോ. ഓരോ പേസ്റ്റിനും ഓരോ ഗുണങ്ങളാണെങ്കിലും നമ്മുടെ ഈ റെഡ് ഹെർബൽ പേസ്റ്റ് പല്ലിന്റെ പിന്നിലുള്ള ഈ ഇത്തിലുണ്ട് കട്ടിപ്പ്, ഒരു തരം ഇത്തിൽ അടിഞ്ഞുകൂടും. അതിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഓരോന്നും ഓരോ ഗുണങ്ങളാണ്. ജെല്ല് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഫ്രഷ്കോ ഗാർഡ് ജെല്ല്, ചിലർക്ക് ജെല്ലായിരിക്കും ഇഷ്ടം. അങ്ങനെ അതിനൊക്കെ ഓരോ ഗുണങ്ങളുണ്ട്. ഇനി ഫേസ് ബ്യൂട്ടി, മുഖ സൗന്ദര്യം, അതിന് നമ്മൾ വേണ്ടത് സാധാരണഗതിയിൽ റേഡിയന്റ് ഗ്ലോ ഫേസ് വാഷും ഫെയർലെസ് ക്രീമും കൂട്ടി നമുക്ക് ഉപയോഗിക്കാം. ഒന്നുകൂടി കഴുകി മറ്റത് പുരട്ടാനുള്ള ഉൽപ്പന്നമാണ്. എന്നാൽ നല്ല മുഖക്കുരുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയാണ് നല്ലത്. അതായത് നമ്മുടെ 3-in-1 ഫേസ് വാഷും ക്രീമും കൊടുക്കലാണ് നല്ലത്. മുഖക്കുരു ധാരാളം ഉണ്ടെങ്കിൽ അവർ ബ്ലഡ് പ്യൂരിഫയർ കഴിക്കൽ ആവശ്യമാണ്. അതോടുകൂടെ തന്നെ നമ്മുടെ ഈ ഐറ്റംസുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ ഗുണം ചെയ്യും. ഈ ബ്ലഡ് പ്യൂരിഫയർ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല ചെറിയ കുറവ് ഇങ്ങനെ കാണിച്ചു തരും, പിന്നീട് കൂടും. ആ കൂടല് അവരോട് പറയേണ്ടതുണ്ട്. കാരണം ഈ അഴുക്കുകൾ പുറന്തള്ളപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണുകയാണ് ചെയ്യുക. അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിർബന്ധമല്ല ആ സമയത്ത് നിന്ന് നിർത്തരുത് എന്ന് പറഞ്ഞ് കൊടുക്കൽ ആവശ്യമാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. അതിനാൽ ആ കച്ചവടം പോകുമ്പോൾ ആ കെയർ ഓഫിൽ വേറെ കച്ചവടം കിട്ടാതെയാവും ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ ഒരു 3 മാസം കറക്റ്റായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞിട്ടില്ല അവർ കൂടുതൽ അവർ ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്കത് വലിയ ഗുണത്തിലേക്കാണല്ലോ പോവുക. അപ്പൊ അതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കിട്ടും. ഇതിൽ മാത്രമല്ല, ബ്ലഡ് പ്യൂരിഫയർ ചെല്ലുന്ന എല്ലാ ഭാഗത്തും, ബ്ലഡ് പ്യൂരിഫയർ ഡയറി ഡിറ്റോക്സ് ചെല്ലുന്ന എല്ലാ ഭാഗത്തും ഈ വിഷയം നമുക്ക് വരും. ആന്റി അലർജിക്കും ആ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ സ്കിൻ അലർജികൾ, പൊതുവെ ഉള്ള സ്കിൻ അലർജിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലഡ് പ്യൂരിഫയർ, ആന്റി അലർജി, നീം സോപ്പാണ്. അത് പിന്നെ മാത്രമല്ല ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ സംഗതികൾ കൂട്ടി കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഡയറി ഡിറ്റോക്സ് വേണ്ടി വരും, അതുപോലെ തന്നെ ഇവർക്ക് കവചപ്രാശ് കൊടുക്കേണ്ടി വരും, നാനീഫ് വേണ്ടി വരും, അതുപോലെ തന്നെ സ്പൈറല വേണ്ടി ഒക്കെ അത് ചോദിച്ചറിഞ്ഞു തരും. കോമൺ ആയിട്ടുള്ള കുറച്ച് കൂട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടുള്ള പ്രശ്നം, ഇപ്പോ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവൾക്ക് വേണ്ട എന്താണ്
ആന്റി അലർജിയും കവചപ്രാശമാണ്. പിന്നെ മാത്രമല്ല അവർക്ക് പിന്നെ ഇതോട് കൂടെ ആയുശ്വാസ് കഫ്നില് ചിലപ്പോൾ ബിലോ 37 വേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ നമ്മളെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള റെസ്പിറേറ്ററി ഇതാ 6ാം ക്ലാസ് ആണ്, അപ്പൊ അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ചുരുക്കി പറയാം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ളത് ആയുശ്വാസ് കഫ്നില് കവചപ്രാശ്. ഇത് ശ്വാസം വിടാനുള്ള പ്രയാസം, തലവേദന, ചുമ, അതുപോലെ തന്നെ പിന്നെ ഈ ചങ്കലിന്റെ അടുക്കുള്ള ബുദ്ധിമുട്ട്, അതുപോലെ അങ്ങനെ ഓരോ മൂക്കടപ്പ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ അതിനൊക്കെ ആവശ്യമായ സംഗതി ഓരോന്ന് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പ്രോണാസിക പോലെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. സാഹചര്യം അവരുടെ ലക്ഷണത്തിനനുസരിച്ച് കൊടുക്കാം. കോമൺ ആയിട്ട് ഇതാണ് വേണ്ടത്. പിന്നെ ചുണങ്ങ്, റാഷ്. ചുണങ്ങിന് നമുക്ക് എന്താ ചെയ്യുക? ബ്ലഡ് പ്യൂരിഫയർ ആവശ്യം തന്നെയാണ്. പിന്നെ നീം സോപ്പോട് കഴുകി ഈ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ അലോവേര ബോഡി ലോഷൻ പുറത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഈ നീം സോപ്പ് കൊണ്ട് തന്നെ ചുണങ്ങ് ഇല്ലാതാകുമെങ്കിലും ഇത് കൂട്ടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വരാത്ത വിധം അത് മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഒരു 3-4 മാസം ഉപയോഗിക്കേണ്ടി വരും. ഇനി ബാക്ക് പെയിൻ, പുറം വേദന, ഷോൾഡർ പെയിന്, മുട്ട് വേദന തുടങ്ങിയുള്ള വിഷയങ്ങൾക്കുള്ള, കഴുത്ത് വേദന പോലെ വേദന സംബന്ധമായിട്ട് നമുക്ക് ശരീരവേദന ഒരുപാട് അനുഭവിക്കുന്ന പല ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോവേദന ക്യാപ്സൂള്, നോവേദന ജെല്ല്, നാക്സിൻ ടാബ്ലറ്റ്, അതുപോലെ തന്നെ ചാമ്പിത്തേര തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത്. അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തും കുറച്ചും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ കണ്ണിന്റെ അടിയിലെ കറുപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത് നമ്മൾ ഈ 2 സാധനം ആൻഡ്രൈ ജെല്ലും അതുപോലെ നമ്മളെ 3-in-1 ഫേസ് വാഷും കൂട്ടി കൊടുത്താൽ നമുക്കത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ താറുമാറായ ഒരാള്, ഫാറ്റി ലിവർ, മഞ്ഞപ്പിത്തം, അതുപോലെ ദഹന പ്രശ്നം, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ ലിവാഗൻ എന്നുള്ള ടോണിക്കോ ക്യാപ്സൂൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ 95 കൂട്ടം കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് ഇതിന് ആവശ്യം ലിവർ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലിവാഗൻ തന്നെയാണ്. എന്നാൽ ഈ 95 അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. 95 ഓൾ ബോഡി സംഗതിയാണ്, മെറ്റബോളിസം ശരിയാക്കാനുള്ളതാണ്, നമുക്ക് പഠിച്ചതാണല്ലോ. അതുകൊണ്ട് കൂട്ടിക്കൊടുക്കൽ ആവശ്യം തന്നെയാണ്. പിന്നെ വയറിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം, ഡൈജഷൻ ഡിസോർഡർ, അതായത് പൊതുവെ ദഹനം ഉണ്ടാകാത്തൊരവസ്ഥ, ഗ്യാസ്, പുണ്ണ്, അസിഡിറ്റി, എന്ത് കഴിച്ചാലും പ്രയാസം, ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥ. ഞാനൊക്കെ ഇതിൽ വല്ലാതെ അനുഭവിച്ചതാ. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞ 1 മണിക്കൂർ ഞാൻ പച്ചവെള്ളം വീണ്ടും തിരട്ടി വരുന്ന സാഹചര്യം വരെ എത്തിന് ഞാൻ. ഇവിടെ വന്ന് ഈ ഐറ്റംസുകളെ കൊണ്ടാണ്. അത് പ്രോബയോട്ടിക് ഞാൻ കഴിച്ചിട്ടില്ല, അന്ന് കഴിച്ചിട്ടില്ല, പിന്നെ കഴിച്ചിന് ഇമ്മ്യൂനോത്രയും ലിവാഗനും കഴിച്ചിട്ടാണ് ഞാൻ അത് ലെവലാക്കി എടുത്തത്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ നല്ല റിസൾട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ ഐറ്റംസ്. ഒന്നുകൂടി പറയാം, ഇമ്മ്യൂനോത്രി, ലിവാഗൻ, പ്രോബയോട്ടിക്, ഇത് 3മാണ് വയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നത്തിന് കൊടുക്കേണ്ടത്. ഇമ്മ്യൂനോത്രിയില് നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഇരട്ടി, മധുരം, ഇങ്ങനെ 3 ഐറ്റംസ് ആണ്. അത് പിന്നെ ഈ ശോധന, പുണ്ണ്, അതൊക്കെ പാകാക്കി കൊണ്ടുവരും. അതുപോലെ തന്നെ പ്രോബയോട്ടിക് കുടലിന്റെ ആരോഗ്യത്തിനുള്ളതാണ്. ലിവാഗൻ ദഹിക്കാൻ ആവശ്യമായ അമ്ലപിത്തം കറക്റ്റായിട്ട് ലിവറിന് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. അത് ലിവർ ആരോഗ്യത്തോടെ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നടക്കുള്ളൂ. അപ്പൊ ലിവറിന്റെ ആരോഗ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ വയറ് ഓട്ടോമാറ്റിക് അത് ലെവലായി വരുന്നല്ല. അത് കൃത്യമായി ഉപയോഗിക്കുമ്പോൾ വലിയ റിസൾട്ട് ഉള്ള ഉൽപ്പന്നം കൂടിയാണ് നമ്മൾ ലിവാഗൻ. കണ്ടമാന ആളുകൾ വീട്ടിൽ നിന്ന് ചോദിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ വെയിറ്റ് മാനേജിന് വേണ്ടിയുള്ളത് നമ്മുടെ ബോഡി വെയിറ്റ് ബാലൻസിങ്ങിന് മോറോലൈഫും ഡയറി ഡിറ്റോക്സും കൊടുക്കാം. അതുപോലെ തന്നെ സോറിയാസ്, ഇത് ഒരു പഠനം നടത്തി ചികിത്സ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇത് ഒറ്റയടിക്ക് കൊടുക്കാൻ പാടില്ല. എന്താണെങ്കിലും കോമൺ ആയിട്ട് അതിന് പറയുന്ന ഒരു സംഗതി നമ്മൾ വൂണ്ട് ഹീലിംഗ് ക്രീം, ഡയറി ഡിറ്റോക്സ്, മൾട്ടികാർഡ് ബ്ലഡ് പ്യൂരിഫയർ, 95, അത് സ്പൈറല കൂടെയൊക്കെ ആവശ്യമാണ്. അപ്പൊ അതിൽ പഠനം നടത്തേണ്ട വിഷയമാണ് സോറിയാസിസ്. ഇവിടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയവുമാണ്. പിന്നെ ലീഡേഴ്സിന് സപ്പോർട്ട് ഇല്ലാതെ ആരും പെട്ടെന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. മനസ്സിലാക്കേണ്ടത് കോമൺ ആയിട്ട് ഇത് കൊടുത്താൽ മതിയെങ്കിലും എപ്പോഴും ലീഡേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി കൈകാര്യം ചെയ്ത് പോകേണ്ട വിഷയമാണ് സോറിയാസിസ്. പിന്നെ തൊലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കരിമംഗലം പോലത്തെ വിഷയത്തിലൊക്കെ ബ്ലഡ് പ്യൂരിഫയർ വേണ്ടത്. പിന്നെ അവരുടെ സാഹചര്യം ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് ഓരോന്ന് ഉപയോഗപ്പെടുത്താം. അതിൽ മൾട്ടികാർഡ് ബ്ലഡ് പ്യൂരിഫയറിനോട് കൂടെ നമ്മളെ ഫെയർനെസ് ക്രീം ഉണ്ടല്ലോ, അതുകൂടി ഉപയോഗപ്പെടുത്താം. ഈ കരിമംഗലം എന്ന് പറയുന്ന സംഗതി മുഖത്തൊരു പാട് മാത്രമൊന്നുള്ളത്, അത് ലിവറിൽ നിന്ന് വരാം, രക്തശുദ്ധി കൊണ്ട് വരാം, ഇല്ലാത്തത് കൊണ്ട് വരാം. അത് ഒരു പഠനം ആക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. എന്നാൽ ചില ആളുകൾക്ക് എന്ത് കഴിച്ചാലും മാറാത്തൊരു അനുഭവം ഉണ്ട്. എന്നാൽ ചിലർക്ക് നമ്മൾ ഫെയർനെസ് ക്രീം മാത്രം മതിയാവും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ വൈറ്റനിങ് ബോഡി ലോഷന്, ഫെയർനെസ് ക്രീം, ഫേസ് വാഷ്, ചാമ്പി തൈലം ഒക്കെ തൊലിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ
ചെറിയൊരു കരിമംഗലത്ത് ഇത്രയും പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൈകാര്യം ചെയ്യാൻ ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമുക്കിതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടല്ലോ. ഇങ്ങനെ പിന്നെ പനിക്കുള്ള ഒരു കോമ്പിനേഷൻ, പനിക്ക് ബിലോ 37 ആണ് പനിയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോ എന്നിരുന്നാലും അവർക്ക് പ്രതിരോധം കൂട്ടാൻ വേണ്ടി നമ്മുടെ കവചപ്രാശും പിന്നെ അവർക്ക് കാശ്മീരി കാവയും കൂട്ടിയിട്ട് ആണ് ചെയ്യേണ്ടത്. ഇത് മൂന്നും ഒരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുമ്പോൾ ആ പനി ഉള്ളിന്ന് പോകും. പനി നമ്മൾ സ്വാഭാവിക പനി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പനിക്കും ഡോക്ടറെ അടുത്ത് പോയി അപ്പൊ തന്നെ ആശുപത്രി പിന്നെ ഡോക്ടർ പാരാസിറ്റമോൾ പോലെയുള്ള ഐറ്റംസ് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാ. നമ്മൾ 2 ദിവസം നോക്കുക. 2 ദിവസം നോക്കിയിട്ട് പിടുത്തം കിട്ടണില്ല എങ്കിൽ പിന്നെ കാത്തിരിക്കരുത്. പിന്നെ വല്ല വൈറൽ പനികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലുള്ള പനികളായേക്കാം. അപ്പൊ നമ്മൾ ഇതോട് മാറും എന്നാണ് വാശി പിടിച്ച് നിൽക്കാൻ പാടില്ല. ഞാൻ പോകൂല, എനിക്കിവിടെ മരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പാടില്ല എന്നാ. ആരോഗ്യം നമ്മൾ നോക്കണ്ടേ. അപ്പൊ നമ്മൾ 2 ദിവസമാണ് കബരി. ഇനി വേണ്ട ഒരു 3 ദിവസം നോക്കുക. കുറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാ, നിർബന്ധമായിട്ട് പോകണം എന്നുള്ളതിനാണ് ലീഡേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ കമ്പനിയും അങ്ങനെ തന്നെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. ഇത് നോക്കുള്ളൂ. അടുത്ത കാര്യം, അപ്പൊ ഇവിടെ കഫനില് സ്വാഭാവികം ചിലപ്പോൾ വേണ്ടി വരും. ഈ ചുമ ഉണ്ടാവില്ല ഇങ്ങനത്തെ സാഹചര്യത്തിൽ. ചുമ ഉണ്ടെങ്കിൽ കഫനിൽ കൂട്ടി കൊടുക്കാം. പിന്നെ തലവേദന. ഈ തലവേദന എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പഠിക്കേണ്ട വിഷയം തന്നെ. തലവേദന ഗ്യാസ് കൊണ്ട് തലവേദന ഉണ്ടാവും, ടെൻഷൻ കൊണ്ട് തലവേദന ഉണ്ടാവും. അതുപോലെ തന്നെ ഒക്കെ പിന്നെ ഓവറായിട്ട് ഉറക്കില്ലാതിരുന്നാൽ, ഉറങ്ങിയാൽ കൂടുതൽ ഉറക്കില്ലാതായാലും പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു പഠന വിഷയമാണ് അത് ഈ തലവേദന എന്നുള്ളത്. അപ്പൊ കവചപ്രാശ്, ബിലോ 37, അതുപോലെ 5 സ്ട്രെസ്, പ്രോനാസിക, ഇൻഹലർ, കഫ്നിൽ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് മൈഗ്രെയിൻ്റെ തലവേദനയാണെങ്കിൽ 3 സാധനമാണ്: 5 സ്ട്രെസ്, ചാമ്പിത്തൈലം, ബിലോ 37. ഇതാണ് കാര്യമായിട്ട്. എന്നാൽ അവർക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടി വരും. അതെങ്ങനെ? അവർക്ക് മൂക്കടപ്പുണ്ടെങ്കിൽ ഇൻഹേലർ വേണം. തലവേദന പോലത്തെ ഈ ജലദോഷം ഉണ്ടെങ്കിൽ ഇത് വേണം. മൂക്കടപ്പുണ്ടെങ്കിൽ പ്രോനാസിക വേണം. അതുപോലെ തന്നെ നല്ല അസാധ്യ വേദന ഉള്ള ഒരാളാണെങ്കിൽ വേദന ക്യാപ്സുൽ കൊടുക്കണം. അപ്പൊ ഇത് സാഹചര്യം അനുസരിച്ച് കൊടുക്കുക. ആദ്യം പറഞ്ഞ 5 സ്ട്രെസും ചാമ്പിത്തൈലം, ബിലോ 37 ആണ് അതിന് കൊടുക്കേണ്ട ഒരു കൂട്ട്. മൂക്കിൽ ദശയുള്ള ഒരാളാണെങ്കിൽ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ചെയ്യണം. കവചപ്രാശ്, പ്രോനാസിക കൊടുക്കാം. അതും തന്നെ ഒരു പ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രൊഡക്റ്റുകൾ കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. പിന്നെ പുരുഷ വന്ധ്യതക്ക് നമ്മുടെ മാൻശക്തിപാന്, 5 സ്ട്രെസ്, സ്ത്രീ അതുപോലെ കവചപ്രാശ് 95 സാഹചര്യം അനുസരിച്ച് കൊടുക്കാം. അതുപോലെ പിന്നെ സ്ത്രീകളുടെ വന്ധ്യത, യൂട്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വെള്ളപ്പോക്ക്, അതുപോലെ തന്നെ ബ്ലീഡിങ് ഓവറായിട്ട് പോവുക, തീരെ ഇല്ലാത്തൊരവസ്ഥ വരിക, ഇങ്ങനെ യൂട്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും സ്ത്രീകളുടെ വന്ധ്യത പ്രശ്നം പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഉൽപ്പന്നമാണ് വുമൻ കമ്പാനിയുടെ സൈക്ലോവിൻ. അതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, കവചപ്രാശ്, 95 ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ ധാരാളം ആളുകൾക്ക് റിസൾട്ട് ഉള്ള വലിയ സംഗതി കൂടിയാണ് ഇപ്പൊ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ. നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് 9 പേർക്ക് അൽഹംദുലില്ലാഹ് മക്കളായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗതി നമ്മളെല്ലാം മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് 46 മലപ്പുറത്ത് വെച്ച് പറഞ്ഞു. 16 ആയിട്ടുണ്ട്. കുറെ മുന്നേ പറഞ്ഞതാ. 46 പേർക്ക് മക്കൾ ഉണ്ടായി എന്നുള്ളത്. 16 ഉണ്ടാവുന്നില്ല എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ അതുപോലെ നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ അങ്ങനെയാണ്. പിന്നെ മറ്റൊന്ന്, രക്തക്കുറവിന് ഫീലിംഗ് അയൺ സിറപ്പ് കൊടുക്കണം. രക്തക്കുറവ് ഇപ്പൊ എനിക്ക് വീട്ടിൽ കിട്ടിയതാണ് റിസൾട്ടാ. ഞങ്ങൾ ആഴ്ചയിൽ അയണിന്റെ ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കുകയാണ്. ആഴ്ചയിൽ ഇങ്ങനെ ഒരുപാട് വെച്ചിട്ട് കുറവില്ലാത്ത സാഹചര്യം മൈലേബിൽ വന്നതിന് ശേഷം ഇത് കൊടുത്തിട്ട് അത് കൺട്രോൾ ആയി കിട്ടി. ആ അയണിന്റെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഒരാഴ്ച തികയില്ല. അപ്പൊ അതിന് വീണ്ടും ചുണ്ടൊക്കെ വെളുത്തിങ്ങനെ വരും. ഈ ഒരു അവസ്ഥ അനീമിയയിലേക്ക് എത്താൻ പോകുന്നു ഞങ്ങൾ. ആ സമയത്താണ് നമുക്ക് ഈ ഐറ്റം കിട്ടിയത്. ഇത് കഴിച്ച അൽഹംദുലില്ലാഹ് കുഴപ്പമില്ലാതെ 3 മാസം കൊടുത്തു. ഇപ്പൊ വീണ്ടും 30 പൊട്ടിച്ച് കഴിക്കൽ തുടങ്ങിയിരുന്നു. പിന്നെതാ അതോടുകൂടെ തന്നെ രക്തം കൗണ്ട് കുറവാണെങ്കിൽ, പ്ലേറ്റ്ലെറ്റ് കുറവാണെങ്കിൽ 95 കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ തൈറോയിഡിന് ഹെൽത്ത് 95. പിന്നെ അവർക്ക് ഈ തൈറോയിഡുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ നല്ലോണം ഉണ്ടാവും. അപ്പൊ അത് കൂട്ടി കൊടുക്കാം. 5 സ്ട്രെസ് കൂട്ടി കൊടുക്കാം. പിന്നെ വെരിക്കോസ് വെയിൻ, ഇതും ഒരു പഠന വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചില ആളുകൾക്ക് ചെറിയ തോതിൽ ഉണ്ടാവുള്ളൂ, ചിലർക്ക് പൊട്ടി ഉരുളായി നല്ലോണം നല്ല സീനായ കേസ് കാരണം. അപ്പൊ അതൊക്കെ പരിഹാരം കിട്ടും അൽഹംദുലില്ലാഹ്. പക്ഷേ
നമ്മൾ ഒന്ന് പരിശ്രമിക്കുമ്പോൾ ലീഡറുടെ സപ്പോർട്ട് കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ വെൽ ഹാർട്ട്, ഡയറി ഡെറ്റോക്സ്, മൾട്ടികാല ബ്ലഡ് പ്യൂരിഫയർ, ചാമ്പിത്തേലം, പിന്നെ വൂണ്ട് ഹീലിംഗ് ക്രീം ആവശ്യമാണ്. സ്പെർലാകോട്ട് ഇവർക്ക് കൊടുക്കണം, കാരണം മുറി ഇണങ്ങാൻ ആവശ്യമായ സംഗതിയാണ് സ്പെർലാകോട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സംഗതിയുണ്ട്. അപ്പൊ അത് പഠിക്കൽ ആവശ്യമാണ് ഈ വിഷയത്തിൽ. 95 ഒക്കെ പറയുന്നത്. പിന്നെതാ യൂറിനറി ഇൻഫെക്ഷൻ, യൂറിൻ സ്റ്റോൺ, കിഡ്നി സ്റ്റോണ്, അതുപോലെ പിത്താശയ കല്ല് തുടങ്ങിയുള്ള കാൽസ്യം സ്റ്റോണ്, യൂറിക് ആസിഡ് സ്റ്റോണ്, ഇങ്ങനെ കുറെ കല്ലുകൾ, 4 ഐറ്റം കല്ല. എല്ലാ കല്ലുകൾക്കും പറ്റുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ യൂറിൻ ഫ്ലഷ്. ഈ യൂറിൻ ഫ്ലഷ് ടാബ്ലറ്റ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. നല്ല മധുരമാണ് ഈ സാധനം. അതുകൊണ്ട് ഷുഗറുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എനിക്ക് പുതിയൊരു കേസ് കിട്ടി. അപ്പൊ ഉമ്മാനായിട്ട് ചെറിയ സ്കാനിങ്ങിന് പോയി, ഉമ്മാന്റെ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി. അപ്പൊ സ്കാനിങ്ങിന് പോയപ്പോ അവിടെ ഒരു ബംഗാളി ചെക്കുണ്ട്, കല്ലിന് സ്കാൻ ചെയ്ത് നിൽക്കുന്നു. 3 മാസം 2-2.5 മാസം മരുന്ന് കഴിച്ചിട്ട് അയാൾക്ക് 18 നിന്ന് 16 പോയിന്റിലേക്ക് വന്നിട്ടുള്ളൂ, MM-ലേക്ക് 2 കുറഞ്ഞു. അപ്പൊ ഞാൻ ക്യാച്ച് ചെയ്താണ്, ആ സമയം മുതലാക്കി ഞാൻ പറഞ്ഞു കല്ലാണില്ലേ, ആ കല്ലാണ്. നല്ലോണം മലയാളം പറഞ്ഞ. അപ്പൊ ഓന് പിന്നെ നമ്പർ അടിക്കാൻ എൻ്റെ അടുത്ത് മരുന്നുണ്ട് പറഞ്ഞാണ്. അപ്പൊ ഓൻ നമ്പർ കൊടുത്തു തന്നു. ഞാൻ വിളിക്കപ്പോ പോയി. ഓൻ അർജന്റ്, എനിക്കും അർജന്റ്. അപ്പൊ ഞാൻ വിളിക്കട്ടെ, ഫോൺ എടുക്കണം, ആയിക്കോട്ടെ ഞാൻ ഫോൺ എടുക്കാൻ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ബയ്യാന്നൊക്കെ പറഞ്ഞു. ഓൻ രാത്രിയാണ് സംസാരിച്ച് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഓന് പിറ്റേന്ന് രാത്രി വന്ന് സാധനം കൊണ്ടുപോയി. ഇന്നലെ ഞാൻ ബന്ധപ്പെട്ടിന്, കല്ല് പോയിട്ടില്ല, സംഗതി വേദന ഒക്കെ പോയിക്കണ്, 5 ദിവസമായിട്ടുള്ളേ. വേദന പോയിക്കോളും, കല്ലും പോകുന്നവരെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല റിസൾട്ട് ഉള്ള ഉൽപ്പന്നമാണ്. ഒരുപാട് ആൾക്കാർക്ക് അൽഹംദുലില്ലാ റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ഒരു യൂറിക് ഫ്ലഷ്. പിന്നെ യൂറിക് ആസിഡ് ആണ് ശരീരത്തിൽ. ചില ആളുകൾ അതിന് യൂറിക് ഫ്ലഷ് മതി, പക്ഷെ നോവേദന ക്യാപ്സൂളും കൂട്ടി കഴിക്കാം. പിന്നെ അവർക്ക് തന്നെ ഇതില് പിന്നെ ഈ പറയപ്പെട്ട 95 സ്പെർലാകോട്ടൊക്കെ അവസരം നോക്കിയിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. വാദം ഇതൊരു വിഷയമാണ്. വാദം എന്ന രോഗം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ആ ആളുകൾക്ക് വേണ്ടത് ഉൽപ്പന്നമാണ് നോവേദന ക്യാപ്സൂൾ, വാദത്തിനുള്ള. പക്ഷേ അതിന് രക്തശുദ്ധി വരുത്തൽ ആവശ്യമാണ്, രക്തത്തിൽ അഴുക്ക് കളയൽ നിർബന്ധമാണ്, രക്തസഞ്ചാരം കറക്റ്റ് ആവൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 4 കൂട്ടാണ് വേണ്ടത്. കാരണം ഓരോ നേരം ഇപ്പൊ ഈ വിരല് മടങ്ങാതെ ആവണമെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള സപ്പോർട്ട് കുറവായതാണ്. രക്തം കറക്റ്റായിട്ട് വരുന്നില്ല, അവിടെ നീരുണ്ടാവും. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ ഈ 4 കൂട്ടാണ് കൊടുക്കുക. നോവേദന ക്യാപ്സൂൾ മാത്രം മതി, പക്ഷെ പറഞ്ഞിട്ടല്ല, ഇത് കൂട്ടി കൊടുക്കുമ്പോഴാണ് ഇതിന്റെ പരിപൂർണത നമുക്ക് കിട്ടുള്ളൂ, മനസ്സിലാക്കാം. പിന്നെ മസിൽ വേദന, ജോയിന്റ് വേദന, തലവേദന, അത് നോവേദന ക്യാപ്സൂളും സ്പെർലാകോട്ടും. പിന്നെ അത് ഡയബറ്റിക് സ്വാഭാവികമായിട്ടും ഇപ്പൊ വല്ലാതെ അധികരിച്ച കാലഘട്ടമാണ്. അത് നമ്മൾ പൈസ്റ്റസ് കൊടുക്കണം, സ്പെർലാകോട്ട് കൊടുക്കണം. എന്നാൽ അതിന്റെ ഉൽപ്പന്നം ഏതാ? ഡയാബാലൈഫ്, വെളുത്തുള്ളിയാണ്. 15 വെളുത്തുള്ളിയുടെ സത്യാണ് ഒരു ക്യാപ്സൂളിന്ന് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനത്തിൽ മനസ്സിലായിട്ടുണ്ട്. ചർച്ചാ വിഷയമാണ്. പിന്നെ ബ്ലഡ് പ്രഷർ, ബി പി ഉള്ള ഒരാൾക്ക് വെൽഹാർട്ടും പൈസ്റ്റസും കൊടുക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചീത്ത കൊളസ്ട്രോൾ, ഇപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, വെൽഹാർട്ടും സ്പെർലാകോട്ടും കൊടുക്കാം. കൊളസ്ട്രോൾ ചീത്താന്നൊന്നുമില്ല, എല്ലാ കൊളസ്ട്രോൾ ഭാഗമായി കിട്ടാൻ വേണ്ടി, ചീത്ത കൊളസ്ട്രോൾ ഭാഗമായി കിട്ടും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ ഏകദേശം ഒരു കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് പോയിട്ടാണ്, എന്നാൽ പരമാവധി സ്പീഡ് കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതോടുകൂടി നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഹാർപിക് പോലെയുള്ള ഒരു കമ്പനിയെ മോശപ്പെടുത്താനൊന്നല്ല കേട്ടോ പറയുന്നത്, ആരെയും കമ്പനിയെ മോശപ്പെടുത്തണമെന്നില്ല. പക്ഷേ പോലെയുള്ള ഉൽപ്പന്നങ്ങളേക്കാണ് നമ്മുടെ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതൊന്ന് പിന്നെ കെമിക്കലിന്റെ സാന്നിധ്യം കൂടുതലുണ്ടായതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിലൊക്കെ നമുക്ക് വെറും 83 രൂപക്ക് ലഭിക്കുന്ന നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ള പറയാനുള്ളത്. പിന്നെ അതേമാതിരി നമ്മുടെ ചെറിയ സോപ്പുകൾ ഉണ്ടല്ലോ, 36 രൂപയ്ക്ക് ലഭിക്കുന്ന സോപ്പുകൾ, ലൈം അലോവേര സോപ്പും ആൽമണ്ട് സോപ്പും മോയ്സ്ചറൈസ് ആണ്. ഈ മോയ്സ്ചറൈസ് സോപ്പിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ മോയ്സ്ചറൈസ് സോപ്പുകൾ 100 രൂപയുടെ താഴത്തേക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ആ സാധനമാണ് 35 രൂപയ്ക്ക് നമുക്ക് 36 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെ അമ്ല എയർ ഓയിൽ വളരെ സൂപ്പർ സാധനമാണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ കുട്ടികൾക്കുള്ള ആയുവീർ, ചെറിയ കുട്ടികൾക്ക് ദഹനക്കുറവിനുള്ള അത്, പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മള് പ്രിവി വാഷ് ലേഡീസിനുള്ള, ഈ ലേഡീസ് ആ ഒരു സാധനം വി വാഷ് എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ ലഭിക്കും സാധനം, അതിനുള്ളതാണ് പ്രിവി വാഷ്. നല്ല റിസൾട്ട് ഉള്ള ഉൽപ്പന്നമാണ് അതൊക്കെ. അതുപോലെ പിന്നെ നമുക്ക് റിസൾട്ട് ഉള്ള നമ്മളെ സ്പ്രേ, ബോഡി സ്പ്രേ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സംഗതികൾ, നിത്യോപയോഗ സാധനങ്ങൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ.
നമ്മൾ ബ്രോഷറിലാണെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഈ സാധനത്തിന്റെ ലിസ്റ്റും കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഫുള്ള് വായിക്കാത്തത് കൊണ്ട് ഇത് എന്തിനാണ് എങ്ങനെ ഉപയോഗിക്കുന്നത് പോലും അറിയില്ല. അതേമാതിരി നമ്മുടെ മൂക്കളപ്പിനുള്ള നമ്മുടെ ഈ സാധനം, ഇതൊക്കെ ഈ ഒരു സാധനം, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇൻഹലറി, ഇത് വലിയൊരു ഗുണം ചെയ്യുന്ന ഉൽപ്പന്ന. അപ്പൊ ഈ കാണില്ലേ, അതാ അത് ബ്ലറാക്കി വെച്ചോണ്ട് കാണൂല. അപ്പൊ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ട്. നമ്മളെ ഇതൊക്കെ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിയുമ്പോഴാണ് പിന്നെ മറ്റുള്ളവർക്ക് പറയാൻ. ഇപ്പൊ എന്റെ വീട്ടില് ഇപ്പോ ടോയ്ലറ്റ് ക്ലീനർ റെഡിയാണ്. അതുപോലെ തന്നെ പിന്നെ നിലം തുടക്കുന്നത്, പാത്രം കഴുകുന്നത്, അതുപോലെ തന്നെ തുണി കഴുകുന്നത്, സോപ്പുകള്. ഇവിടെ ഉമ്മാക്ക് മാത്രം പറ്റില്ല. ഉമ്മാക്ക് വെള്ള സോപ്പ് വേണം, എന്നൊരു വെള്ള കളർ സോപ്പ് ഉമ്മാക്ക് പറ്റുള്ളൂ. അപ്പൊ ഉമ്മ അത് നിർബന്ധം ഉമ്മാക്ക്. അപ്പൊ ഉമ്മാക്ക് അത് പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കും. ഉമ്മാക്ക് ഇതിന് വെള്ള കളർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് പറ്റണില്ല. ഉമ്മ എന്നാറാ നോക്കണത്, എന്തോന്നറിയില്ല. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പൗഡർ എടുത്തു പറയണ്ട, 300 ഗ്രാം പൗഡർ 140 കിട്ടൂലേ? ആ സാധനം നമുക്ക് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ആവശ്യമായതുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നല്ല പറയാനുള്ളത്. അപ്പം ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞു, ഇതൊന്നും മരുന്നല്ല, ഒരിക്കലും ഡോക്ടർ സംവിധാനങ്ങൾക്ക്, മെഡിസിൻ സംവിധാനത്തിന് പകരവുമല്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി, നമ്മൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ട് അതിന്റെ ഫലം കിട്ടുമ്പോൾ മറ്റുള്ളവരൊക്കെ പറയാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇതിലൂടെ നേടാനുണ്ട്, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്, നമുക്ക് സാമ്പത്തികമായി ഉയർച്ചെടുത്താണ്ട്. ഇന്നൊക്കെ നോക്കാം, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരുപാട് ഉന്നതിയിലെത്തിയ നമ്മുടെ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ നമ്മുടെ മുന്നിലില്ലേ. ഷായർ സാറെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? അദ്ദേഹത്തിനെ പറ്റി 10-70 ലക്ഷം ഉറുപ്പിക കടണ്ടായിട്ട് വീടി രക്ഷപ്പെട്ട മനസ്സിലാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ സ്ഥാനം നമുക്ക് അറിയാലോ, നമുക്ക് എടുത്തെടുത്ത് പറയുന്നില്ല, നമുക്ക് എപ്പോഴും കേൾക്കുന്നതാ. പല ആളുകളും ഇതിലൂടെ വന്നിട്ട് രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള വലിയ തെളിവുകളുണ്ട്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരെ പോലെ ആകാനും അല്ലെങ്കിൽ അവരെക്കാൾ ഉയരാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ കഴിവിനനുസരിച്ചാണ്, നമ്മൾ എത്രത്തോളം ഇതിൽ ഇടപെടുന്നു അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിജയിച്ചു പോവുക. എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഒരു അവസാന വാക്കൊന്നുമല്ല, ഇത് കൂട്ടിയും കുറച്ചും ചെയ്യേണ്ടതുണ്ട്. എന്താണെങ്കിലും പിന്നെ പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പോ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൂടെ അല്ലാതെ നമ്മൾ കൊടുക്കരുത് എന്നുള്ള പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യം, എപ്പോഴും ലീഡേഴ്സിനോട് ശല്യപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഞാൻ പറയാറില്ല ചിലവരോടൊക്കെ, ഇന്നലെ പറഞ്ഞ വിഷയത്തെ ഇന്ന് പിന്നെയും ചോദിക്കും. ഒരു വിഷയം ലീഡർ പറഞ്ഞാൽ, ഒരു കൂട്ട് ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതിയെടുത്തിട്ട് അതിന് പിന്നെ ശല്യം ചെയ്യരുത്. പിന്നീട് എപ്പോഴും സംശയങ്ങൾ മനുഷ്യനല്ലേ വരും, സ്വാഭാവികം. അപ്പോ ചോദിക്കാന്നല്ലാതെ ഇന്നലെ ചോദിച്ച എന്നെ പിന്നെയും ചോദിച്ചാൽ പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് അതേ കേസുള്ള വേറെ ആൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതിനും തന്നെ ചോദിക്കുക. ഈ ഒരു അവസ്ഥ അങ്ങനെ പിടിച്ച് ലീഡേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അത് പാടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ഇത് എടുത്ത് സൂക്ഷിക്കേണ്ടതാണെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ഒരുപാട് ആളുകൾ എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കിയ സ്ലൈഡാണിത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ പോരായ്മകൾ ഉണ്ടായേക്കാം. പിന്നെ എന്താണ് ഒരു കോമൺ ആയിട്ട് നമുക്ക് കിട്ടിയൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ നിന്നും പണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്, കോമ്പിനേഷന്റെ. ആ ലിസ്റ്റിൽ നിന്നൊക്കെ ക്രോഡീകരിച്ച്, പിന്നെ അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് കൊടുത്തിട്ട് അവര് തന്ന മറുപടിയിൽ നിന്നും ക്രോഡീകരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിത് സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. പോരായ്മ ഉണ്ടായേക്കാം, ഒരു അവസാന വാക്കൊന്നല്ല ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ, നമ്മുടെ ആരോഗ്യം ആരോഗ്യ ദീർഘായുസ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.